മരുന്ന് കഴിക്കൂ. മോളെ, നിനക്കുറങ്ങാൻ സമയമായില്ലേ? ഇല്ല. അച്ഛനെ ഉപദ്രവിക്കാതെ പോയി കിടന്നുറങ്ങ്. മാധവി, മോളെ കൂട്ടിക്കൊണ്ടു പോകോ. ഇനി മോള് പോയി കിടന്നുറങ്ങിക്കോളൂ. ശരി. മോളെ നിൽക്ക്. ഇതെന്ത് കണക്കാ? അച്ഛന് രണ്ടുമ്മയും അമ്മയ്ക്കൊന്നും. ഞാൻ അച്ഛന്റെ മോളാ. അവൾക്ക് അച്ഛനോടാണ് കൂടുതൽ സ്നേഹം. അതിന് നീ അസൂയപ്പെട്ടിട്ട് കാര്യമല്ലോ ഉണ്ടോ? എന്റെ മോള് പോയി കിടന്നുറങ്ങിക്കോ. ഗുഡ് നൈറ്റ് അച്ഛാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അമ്മേ. സൗദാമിനി എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. എല്ലാം എനിക്കറിയാം സൗദാമിനി. 3-4 വർഷമായി ഞാൻ ഈ അവസ്ഥയിൽ കഴിയുന്നു. അതുകൊണ്ടെന്താ? പേരിന് മാത്രമാണ് ഞാനിപ്പോൾ നിന്റെ ഭർത്താവ്. എന്തിനാണ് ഇങ്ങനെ വേണ്ടാത്തതെല്ലാം ആലോചിക്കുകയും പറയുകയും ചെയ്യുന്നത്? ഉറങ്ങിയാട്ടെ. എന്തിനാണ് തുറന്നു നോക്കുന്നത്? താനാരാ? ശേഖരൻ. ഓഹോ, താനാണല്ലേ ഇവിടെ പുതുതായി വന്ന കുതിരക്കാരൻ? അതെ. നിങ്ങളാരാ? ഞാനോ? എന്റെ പേര് ചെല്ലപ്പൻ. ഈ എസ്റ്റേറ്റും ബംഗ്ലാവും ഇതൊക്കെ നോക്കുന്നത് ഞാനാ. എടോ മണപ്പയലേ, കുതിരക്കാരാ? നിനക്ക് കുതിരയെ നോക്കിയാൽ പോരെ, ജീപ്പിനെ നോക്കാൻ ഇവിടെ ചെല്ലപ്പനുണ്ട്. അവൻ ഇവിടുത്തെ ഡ്രൈവറാണ്. എന്നിട്ടാ ഇതിങ്ങനെ നടക്കുന്നേ? എടകടവുളെ, എടോ ഇത് തമ്പി അദ്ദേഹം ഉപയോഗിച്ചിരുന്നാണ്. അദ്ദേഹത്തിന് സുഖമില്ലാതെ ആയപ്പോ ഇതാരും തൊടാറില്ല. മനസ്സിലായോ? ഡു യു അണ്ടർസ്റ്റാൻഡ്? ഞാനിത് നന്നാക്കാമെന്ന് നോക്കട്ടെ. വേണ്ട വേണ്ട, നീ കുതിരയെ നോക്കിയാ മതി. ഇതെല്ലാം ഞാൻ നോക്കിക്കോളാം. എന്റെ ആരോഗ്യത്തിന് ആ ജോലി കൊണ്ട് മാത്രമൊന്നും ആവുന്നില്ല സ്വാമി. എന്നാൽ ഒരു കാട്ടാനയെ കൊണ്ടുവന്ന് കൊടുക്കട്ടോ? നിൽക്കാമോ? സ്വാമി കൊണ്ടുവരണം, ഞാൻ മെരുക്കാം. അത്രയ്ക്ക് അഹങ്കാരമോ? അഹങ്കാരമല്ല സ്വാമി, എന്റെ ശക്തി ഒന്ന് കാണിച്ചു തരാ. അവളും ശക്തിയാ ഉനക്ക്, എന്നാൽ ഒന്ന് കാണുമല്ലോ. അപ്പടിയാ? അവൻ എന്താ പറയുന്നത്? സൗദാമിനമ്മേ, നമുക്കൊരു കാട്ടാനയെ കിട്ടുമോ? എന്തിനാ സ്വാമി? അവന്റെ തിമിര് കണ്ടില്ലേ, അതൊന്ന് തീർക്കണം. അതിന് കാട്ടാനൊന്നും വേണ്ട. പിന്നെ എപ്പടി? അതിനൊരു വഴിയുണ്ട്. ചെല്ലപ്പാ. അമ്മ, എന്താണ് ചെല്ലപ്പാ കുതിരയ്ക്ക് കൊടുക്കണത്?
വല്ല മരുന്നോ മറ്റാണോ? മരുന്നല്ല സ്വാമി, മദ്യമാണ്. മദ്യമോ? റം റം. നമ്മുടെ ചന്ദ്രശേഖരന്റെ ശക്തി ഒന്ന് പരിശോധിക്കാനാണ്. കൊള്ളാം. അതെ, ഞാൻ പലപ്പോഴും കേൾക്കണമെന്ന് വിചാരിച്ചതാണ്. இந்த മദ്യത്തിന് എങ്ങനെയാണ് മധുരമുണ്ടാവുമോ? ആമാ സ്വാമി, നല്ല മധുരമാണ്. നല്ല പാൽപായസം പോലെ ഇരിക്കും. കുറച്ച് കഴിച്ചു നോക്കുന്നോ? അയ്യോ, പാലട പ്രഥമം പോലെ ആയാലും നമുക്കത് വേണ്ട. ഞാൻ ബ്രാഹ്മണനാണ്. എടേ ചെല്ലപ്പാ, അതാവും വരുന്നുണ്ട്. ആകെ കുഴപ്പമാവും. മതി മതി മതി. എടോ, താൻ എവിടെ പോയിരുന്നു? കുതിരയെ സവാരി കൊണ്ടുപോകുന്നില്ലേ? അതിനല്ലേ ഞാൻ വന്നത്. ഹക്ക്. ആ. ഹക്ക്. എടേ ചെല്ലപ്പാ, അത്ഭുതമായിരിക്കുന്നല്ലോ. അവൻ ജീവനോടെ തന്നെയാണോ കുതിരമേലേറി വരുന്നത്? അവൻ നമ്മളെ എല്ലാം പറ്റിച്ചവനല്ലോ. മിണ്ടാതിരിക്കും സ്വാമി. ആരാടാ കുതിരയ്ക്ക് മദ്യം കൊടുത്തത്? എനിക്കറിയില്ല. നിനക്കറിയില്ലേ? ഇല്ല. ശേഖരാ, ചെല്ലപ്പനെ വിട്ടേക്ക്.
അതിലൊട്ടും കുറവില്ല. പിന്നെ ശുഭയ്യർ കൂട്ടത്തിലുള്ളതുകൊണ്ട് സമയവും ദൂരവും പോയത് അറിഞ്ഞതേയില്ല. പിന്നെ എങ്ങനെയുണ്ടേ നമ്മുടെ പുതിയ കുതിര? നല്ല ഒന്നാന്തരമാ. ഇവനെ നമുക്ക് പന്തയത്തിന് കൊണ്ടുപോകണം. എടോ കുതിരക്കാരാ, എനിക്കൊരു ചിന്ന സന്ദേഹം, ഒരു സംശയം. അപ്പോഴേക്കും സ്വാമിക്ക് സംശയം തുടങ്ങിയോ? ഇല്ല, ഞാൻ പലപ്പോഴും കേൾക്കണമെന്ന് വിചാരിച്ചതാണ്. ഇന്ത കുതിര കടിക്കുമോ? ബൈറ്റിംഗ് ഹാബിറ്റ് ഉണ്ടോ? എന്റെ സന്ദേഹം അബദ്ധമായോ? അത് സംശയിക്കേ വേണ്ട സ്വാമി. കേട്ടോച്ചാ, ഈ പ്രഭാകരൻ എന്നോട് പറയാണ് ഇവൻ വലുതായാൽ ഈ കുതിരപ്പുറത്ത് എന്നെ കേട്ട് ഓട്ടിച്ചു പോകുമെന്ന്. സിദ്ധയുടെ മകൻ ആള് മോശമില്ലല്ലോ. നീ അങ്ങനെ പറഞ്ഞോ? ഈ കുഞ്ഞ് ആരാണെന്നാണ് നീ മനസ്സിലാക്കിയത്? അതിനോട് അങ്ങനെ പറയാൻ പാടുണ്ടോ? ആസത്തെ അവർക്ക് എന്തറിയാം? അവർക്ക് എങ്ങനെ വലിപ്പച്ചെറുപ്പം വല്ലതും ഉണ്ടോ? അവർ കുട്ടികളല്ലേ. എന്നാലും അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? ഇനി നീ അങ്ങനെ പറയടാ. ഇല്ലച്ചാ. സിദ്ധയ്യ അയ്യോ മുതലാളി, മല്ലി, നീ എവിടെ പോയിരുന്നു? അക്കരെ കുതിരയ്ക്ക് പുല്ല് കൊണ്ടുവരാൻ. അത് നിന്റെ ജോലിയാണോ? ഞാൻ വെറുതെ പോയതാ. ഹും, വെറുതെ. നിന്റെ ചിരിയും കളിയും കുറെ കൂടുന്നുണ്ട്. പോയി ജോലി നോക്ക്.